ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ അടുത്ത നാടായ ഓമശ്ശേരിയിലെ വാദ്യകുത സ്കൂളിൽ വെച്ച് ഒരു എക്സ്പോ നടക്കുന്നുണ്ട്. നല്ല അടിപൊളി എക്സ്പോ ആണ് കേട്ടോ. നല്ല കണ്ട് ആസ്വദിക്കേണ്ട ഒരു എക്സ്പോ തന്നെയായിരുന്നു അത്. അപ്പം നമ്മൾ അതിലേക്ക് അത് കാണാനായിട്ട് പോകുന്നതിൻ്റെ ചെറിയൊരു വീഡിയോ ആയിട്ട് ആണ് എടുത്തിട്ടുള്ളത്. അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ എന്താക്കണ താത്തൻ്റെ വീട്ടിൽ നിന്നാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. താത്തൻ്റെ വീട്ടിലേക്ക് ഞാൻ പോയി. അവിടെ നിന്നാണ് എല്ലാവരും കൂടി എക്സ്പോ കാണാനായിട്ട് ഓമശ്ശേരിയിലോട്ട് പോകുന്നത് കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ടായിരുന്നു പോകുന്നത്. അപ്പം നമുക്ക് വീട്ടിലോട്ട് കിടക്കാം. ഓക്കെ. പിന്നെ വണ്ടിയൊക്കെ ആയിട്ട് വരുന്നവരുണ്ടെങ്കിൽ അവരോടായിട്ട് അവിടെ മുകളിലോട്ടായിട്ട് പാർക്കിംഗ് ഒന്നും സൗകര്യമൊന്നുമില്ല. അതിൻ്റെ സ്കൂളിൻ്റെ താഴത്തായിട്ട് പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട്. അവിടെ പാർക്ക് ചെയ്തിട്ട് അവിടുത്തെ സ്കൂൾ ബസ് തന്നെ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ ബസ്സിൽ എല്ലാവരും കൂടെ കയറിയിട്ട് അവിടെ സ്കൂൾ ഇറക്കി തരുന്നതാണ്. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ പാർക്കിംഗ് ഇല്ല, ജസ്റ്റ് ഇറങ്ങണമെങ്കിൽ ഇറങ്ങാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ അതാക്കണേ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. ഞാനിവിടെ വാദ്യകുത സ്കൂളിൽ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. അങ്ങനെ ഇതാക്കണ എൻട്രി ഫീ വരുന്നത് 50 രൂപയാണ് കേട്ടോ അവിടെ. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വന്നപ്പോഴേക്കും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ടിക്കറ്റ് എടുക്കാനായിട്ട് കൗണ്ടറിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പം എത്ര രൂപ? ചെറിയ കുട്ടികൾക്ക് ഫീ വേണ്ട. ചെറിയ കുട്ടികൾ മീൻസ് ഒരു 3 വയസ്സിൻ്റെ ഇടയിൽ വേണ്ടതാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ മുകളിൽ 3 വയസ്സ് 4 വയസ്സ് അതിൻ്റെ മുകളിൽ എന്തായാലും ടിക്കറ്റ് എടുക്കേണ്ടതാണ്. അതവിടെ എഴുതിയിട്ടുണ്ട് 3 വയസ്സിന് താഴെ കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കേണ്ടതില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ 3 വയസ്സിന് മേലോട്ട് എന്തായാലും എടുക്കേണ്ടതാണ്. ഇതിൻ്റെ എൻട്രൻസിലായിട്ട് അതുപോലെ ടിക്കറ്റ് കാണിച്ചു കൊടുക്കണം. അപ്പം അവരാണ് നമ്മൾ അകത്തേക്ക് കയറ്റി വിടുക. ടിക്കറ്റ് അവർ ചെക്ക് ചെയ്യും എത്ര ആൾക്കാർ കയറുന്നുണ്ടെന്നൊക്കെ. അപ്പം അവിടെ ഒന്ന് കൗണ്ടറിൽ നിന്ന് കാണിക്കണം കേട്ടോ. അപ്പോൾ അവർ കയറിയിട്ട് അതവിടെ വേസ്റ്റിലിടുകയും ചെയ്യും. അങ്ങനെയാണ് കേട്ടോ. പിന്നെ എന്താക്കണേ നമ്മളെ നാത്തൂരും കൂടെ പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് വൈബാക്കാമെന്നും കൂടി വിചാരിച്ചിട്ടായിരുന്നു വന്നത്. അവളെയും കൂടി കൂട്ടി വന്ന്. ഓക്കെ. അങ്ങനെ ഇത് നേരെ പോകുന്നത് ഒരു ചെറിയൊരു ഇങ്ങനെ കുത്തനുള്ളൊരു കയറ്റത്തിലേക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അവർ സെറ്റ് ചെയ്ത് ഒരു സ്കൂളാണല്ലോ. സ്കൂളിൽ നിന്ന് എക്സ്പോ നടക്കുമ്പോൾ അതിൻ്റേതായ രീതിക്കാണല്ലോ. അപ്പോൾ നമ്മൾ എക്സ്പോ കാണണമെങ്കിൽ ഓരോന്ന് കഴിഞ്ഞിട്ട് അതിൻ്റേതായ രീതിക്ക് തന്നെ കാണുമല്ലോ. അപ്പോൾ അതിൻ്റേതായ വൃത്തിക്ക് അവർ ബെഞ്ചില്ലേ, അവിടുത്തെ ബെഞ്ച് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നല്ല രീതിക്ക് തന്നെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാക്കണ ഈ കുത്തനുള്ള കയറ്റം കയറിയിട്ടാണ് നമുക്ക് എക്സ്പോ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട്. നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടത്, ആദ്യം എവിടെ കയറണ്ട എന്നുള്ളത് പറയാനായിട്ട് അവിടെ ടീച്ചേഴ്സും അതുപോലെ തന്നെ കുട്ടികളൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് തന്നെ നമ്മൾ കണ്ടത് വിവിധ ഇനം നെല്ലുകളാണ് കേട്ടോ. ഒരുപാട് നെൽ കളക്ഷൻസ് ഉണ്ടായിരുന്നു അവിടെ. പിന്നെ അതാക്കണ കൈകൊണ്ട് വരച്ച ചിത്രങ്ങൾ, അതുപോലെ തന്നെ അങ്ങനെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കണ്ടില്ല, നല്ല അടിപൊളിയായിട്ടില്ലേ പൊതുമേഖലാ സ്ഥാപനങ്ങളായിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള സ്കൂളുണ്ട്, പോലീസ് സ്റ്റേഷൻ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ വായനശാല, ഹോസ്പിറ്റൽ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. സംഭവം നല്ല രസമുണ്ടായിരുന്നു കാണാൻ. കൃഷിഭവന് അടിപൊളിയായിട്ടുള്ള എല്ലാം കാണാനായിട്ട്. പിന്നെ എന്നൊക്കെ ഞങ്ങൾ മറ്റൊരു റൂമിലോട്ട് കയറിയപ്പോഴാണ് ഭയങ്കര ക്രൗഡ് കേട്ടോ. അത് എന്താണെന്ന് നോക്കാൻ വേണ്ടി ഭയങ്കര ആകാംക്ഷയോട് ഞാനൊന്ന് എത്തി നോക്കിയപ്പോൾ കണ്ടതാക്കണ സംസാരിക്കുന്ന റോബോട്ട്. ശരിക്കും ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് റോബോട്ടും അതുപോലെ തന്നെ ഫ്ലൈറ്റും ഒക്കെ തന്നെയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ സംസാരിക്കുന്ന റോബോട്ട് അതുപോലെ തന്നെ ഷെയ്ക്ക് ഹാൻഡ് മൂവ്മെൻറ്റുള്ള ഒരു റോബോട്ടാണ് കേട്ടോ. ശരിക്കും ഇത് അടിപൊളിയായിരുന്നു. അപ്പോൾ സംസാരിച്ച് ഞാനും സംസാരിച്ച് അതുപോലെ തന്നെ മക്കളെ കൊണ്ട് സംസാരിപ്പിച്ച് മക്കൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് പിന്നെ ഞങ്ങൾ മക്കൾ കൂടെ അടുത്തേക്ക് ഇങ്ങനെ 2 സ്റ്റെപ്പ് വെക്കുകയൊക്കെ ചെയ്തിട്ടോ. അടിപൊളിയായിരുന്നു സംഭവം. അടിപൊളിയായിരുന്നു കേട്ടോ. Could you speak in Malayalam? ശരിക്കും പറയാനുള്ളത് പറഞ്ഞു. ഇത് മൂവിയിലാണ്.
ഓക്കെ ഓക്കെ ഇംഗ്ലീഷിൽ ചോദിച്ചോ. ഞങ്ങൾ പോയിട്ട് അറേഞ്ച് ഇട്ടാ പോയാൽ അറേഞ്ച് ഇട്ടാ മൂവ് ഫോർവേഡ്. Turn left. Sorry. Turn left. Left. Done. Am I want to do anything else? ശരിക്കും ഹാൻഡ് ഷേക്ക് തരാൻ വയ്ക്കോ? അല്ലല്ല എന്നാ ഒന്നും കൊടുത്താ പറഞ്ഞ കേൾക്കും. അതിനിവിടെ ഈ നാട്ടിൽ റേഞ്ച് വേണ്ടേ? അതെന്തെന്ന് വെച്ചാലല്ലോ നമ്മൾ സൗണ്ട് ഭയങ്കര ക്രൗഡായിട്ട് സൗണ്ട് ഉണ്ടല്ലോ, അപ്പോൾ എല്ലാ സൗണ്ടും കൂടി റോബോട്ടിന് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. അതാണ് കേട്ടോ സംഭവം. ഞങ്ങൾ വെറുതെ അവനെ ആക്കാനായിട്ട് കളിയാക്കി പറഞ്ഞുകൊണ്ടിരുന്ന സംഭവം. ഷെയ്ഖ് നല്ല അടിപൊളിയാണ് കേട്ടോ. ഷെയ്ഖാൻ്റെ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ അതിനൊക്കെ പാർട്സുകളാണ് കേട്ടോ. ഇതൊക്കെ ഈ മെഷീൻ എന്ന് പറഞ്ഞാൽ ആ റോബോട്ട് ഉണ്ടാക്കുന്ന മെഷീനാണെന്നാണ് പറഞ്ഞത്. അതിൻ്റെ പാർട്സുകളും കാര്യങ്ങളൊക്കെ അല്ലേ, അതും ഒക്കെ ഉണ്ടാക്കുന്ന എന്തൊക്കെ കാണുന്നതാണ് പറഞ്ഞത്. എങ്ങനെ അതിന്റെ പാർട്സ് പ്രിന്റ് ചെയ്യുന്നതാണോ? 3D പ്രിന്റർ എന്ന് പറയും. നമ്മുടെ ബാക്കിയുള്ള പ്രിന്ററിലൊക്കെ 2D ആണ്. പിക്ചർ പേപ്പറിൽ റോബോട്ടിന്റെ ഫുള്ളി റോബോട്ട് മൊത്തം ഉണ്ടാക്കിയെടുക്കും. പിന്നെ ഇതാക്കണം കുറച്ച് മേലോട്ട് നടക്കാനുണ്ടായിട്ട് പിന്നെ അടുത്ത സെക്ഷൻ കാണാനായിട്ട്. പിന്നെ അതാക്കണ ഏറ്റവും എൻഡിലായിട്ട് വന്നിട്ടുണ്ടായിട്ട് നമ്മൾ അവിടെ ആക്കണ നല്ല രസമുണ്ടായിരുന്നു. പുറത്തേക്ക് നോക്കിയപ്പോൾ കാഴ്ചകളൊക്കെ കാണാനായിട്ട്. പിന്നെ ഇവിടെ കുറേ അധികം റൈഡുകൾ ഉണ്ടായിട്ട് കുട്ടികൾക്ക് കളിക്കാനായിട്ട് കുറേ റൈഡ്സ് ഉണ്ട്. അതുപോലെ ഫുഡ് കോർട്ട് ഉണ്ട്. പിന്നെ എന്തൊക്കെയോ ഐറ്റംസ്, മാജിക് ഷോ, സംസാരിക്കുന്ന പാവ, കയറി നിന്ന് സെൽഫി എടുക്കാൻ പറ്റുന്ന കപ്പൽ, ആന, സിംഹം, കടുവ, അത്ഭുതപ്പെടുത്തുന്ന അവതാർ സെറ്റ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട് ഇവിടെ. പിന്നെ കുറെ ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ കണ്ട്. പിന്നെ അതാക്കണം മെഡിക്കൽ ആർട്ട്, നല്ല അടിപൊളിയാണ് കേട്ടോ. ആർട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്തു തരുന്നൊക്കെ ഉള്ളതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. മെഡിക്കൽ ആർട്ടിൻ്റെ ഹൃദയം അതൊക്കെയുള്ള നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. 3D ആണ്, നല്ല രസമുണ്ടായിരുന്നു, സൂപ്പറായിരുന്നു കേട്ടോ. പിന്നെ കുറേ സ്ഥലത്തൊക്കെ ഡോൺ ടച്ച് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. സംഭവം നിങ്ങൾ ടച്ച് ചെയ്തിട്ടുണ്ട്, ഇല്ല ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ ഇവരാണ് കേട്ടോ ഇതൊക്കെ ചെയ്തത് ഇവരാണ് കേട്ടോ. ഈ ആർട്ട് ഫുള്ള് ചെയ്തത് ഇവരാണ്. നല്ല അടിപൊളിയായിട്ടില്ല കാണാനായിട്ട്. അപ്പോൾ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വേണമെങ്കിലൊക്കെ അവർ ചെയ്തു തരുന്നതാണ് പറയുന്നത് കേട്ടോ. വേണമെങ്കിൽ നമ്പറിൽ ബന്ധപ്പെടാം. നമ്പർ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അതൊന്ന് നോട്ട് ചെയ്തിട്ട് കേട്ടോ. ഇതൊക്കെ അറബിക്കാണ് കേട്ടോ. ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് അവരോട് ചെയ്തു തരാൻ പറയാൽ അവർ ചെയ്തു തരും കേട്ടോ. നല്ല അടിപൊളിയാണല്ലോ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ വ്യൂ ഇല്ലേ, അങ്ങനെ ഉണ്ട്, അടിപൊളിയല്ല ശരിക്കും. നല്ല മലമുകളിലോട്ട് കാണുമ്പോൾ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്, അടിപൊളിയായിട്ടില്ല സംഭവം. പിന്നെ ഞാൻ പോയിട്ടുള്ളത് പഴയ കാല ഓർമ്മകളിലോട്ടാണ് കേട്ടോ. പഴയ കാലത്തുണ്ടായിരുന്ന വിളക്കുകൾ, ഗ്രന്ഥങ്ങൾ, അതുപോലെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ എക്സ്പോ മുതലായിരുന്നു ശരിക്കും പറയും. കാരണം അതിന് മാത്രം കളക്ഷൻസ് ഉണ്ടായിരുന്നു ഇവിടെ കാണാനായിട്ട് കേട്ടോ. പണ്ട് കാലത്ത് ഉപയോഗിച്ച ഒരുവിധം ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ട് തന്നെ പറയാം. ഒരുപാട് കളക്ഷൻസ് ആണ് കേട്ടോ. അത് കാഴ്ചനായിട്ട് ശരിക്കും ഒരുപാട് ഐറ്റംസ് കാണാനായിട്ടും ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളിയാണ്. പണ്ട് കാലത്ത് ഉപയോഗിച്ച് ഒരു തരം സാധനങ്ങൾ, ഒരുവിധം സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. മസ്റ്റായിട്ടൊന്ന് വാച്ച് ചെയ്യാം കേട്ടോ. വീഡിയോ വാച്ച് ചെയ്യാന്നല്ല, അവിടെ പോയിട്ടൊന്ന് വാച്ച് ചെയ്യാം കേട്ടോ. 7 തീയതി വരെ ഉണ്ടാവും ഈ ഇവിടുത്തെ എക്സ്പോ. അതപ്പോൾ എന്തായാലും ഒന്ന് പോയിട്ട്, നമ്മുടെ കോഴിക്കോട് ജില്ലയിലുള്ളവർ ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പോയിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. ഞാൻ ഫുള്ളായിട്ട് വീഡിയോ എടുക്കുന്നില്ല, ഫുള്ളായിട്ട് വീഡിയോ എടുത്തിട്ട് ഇതിൽ കൊടുക്കുന്നുമില്ല. കാരണം
ഇങ്ങും ബോറടിക്കും, അതുപോലെ തന്നെ വീഡിയോ ഒരുപാട് ലെങ്ത്തും ആയിരിക്കും. അപ്പോൾ അതൊന്നും കഴിയില്ലെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഭയങ്കര സ്പീഡും ആക്കിയിരിക്കുന്ന ഒരുപാട് ഭാഗം വിട്ടിട്ടുമുണ്ട് കേട്ടോ. എടുത്തിട്ടുമില്ല, ഞാൻ എടുത്തിട്ടും ഇതിൽ കൊടുക്കുന്നുമില്ല. കാരണം ഒരുപാട് ലെങ്ത് ആയാൽ എനിക്കറിയാമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് പോയത് കോയിൻസിൻ്റെ ഒരു ലോകത്തേക്കാണ് കേട്ടോ. പൈസൻ്റെ പിന്നെ ഇത് കണ്ടില്ലേ, സൗദി, ദുബായ്, അങ്ങനെ എല്ലാ രാജ്യത്തെ കളക്ഷൻസ്, നാണയങ്ങൾ, അല്ല അതുപോലെ തന്നെ നോട്ട്സ്, ക്യാഷ് ഇല്ലേ, പൈസ, അത് അവിടുത്തെ കളക്ഷൻസ് എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാ രാജ്യത്തെയും ഒരുപാട് രാജ്യം ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഒക്കെ എന്തായാലും നിങ്ങൾക്ക് നേരിട്ട് വന്നിട്ട് വാച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. പിന്നെ ഇസ്ലാം പരമായിട്ട് ഒരുപാട് കാണാനുണ്ട് കേട്ടോ. അന്ന് പണ്ട് കാലത്ത് കഅബയുടെ ഇതായിരുന്നു ശരിക്കും അന്ന് പണ്ട് കാലത്ത് പൈസമേലൊക്കെ വരുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെതായ സ്റ്റാമ്പ്, അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇതിനുള്ളിൽ പലത് തുണ്ട് എന്നൊക്കെ പറയില്ലേ, കോയിൻസ്, അതൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളിയായിരുന്നു സംഭവം കാണാനായിട്ട്. പിന്നെ ഞങ്ങൾ അതൊക്കെ പോയത്, ഞാൻ പറഞ്ഞില്ല ഫ്ലൈറ്റ് ഉണ്ട് ഇവിടെ നിന്ന്, ശരിക്കും അവരുണ്ടാക്കിയ ഫ്ലൈറ്റാണ് കേട്ടോ. ആ ഫ്ലൈറ്റാണ് അതിൽ ആ കമ്പ്യൂട്ടറിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും കേട്ടോ. വീട്ടിലെ ഒരു ഫ്ലൈറ്റ്, അത് ശരിക്കും ഇവിടുന്ന് പറപ്പിച്ചും കാണിച്ചിരും. പക്ഷേ ഒരു ടൈം ഉണ്ട്, എല്ലാവർക്കും ഒരുപോലെ കാണിച്ചു കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ ഓരോ സമയം വെച്ചിട്ട് ഒരു 5 മണിയെങ്ങാനാണോ അവിടെ നിന്ന് അനൗൺസ് ചെയ്യും കേട്ടോ. അപ്പം ആ സമയത്ത് നമ്മൾ ഒന്ന് നോക്കിയാൽ മതി ആകാശത്തേക്ക് അവിടെ നിന്ന് പറക്കുന്നത് കാണാൻ. ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു, വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. കാരണം ഞാൻ മറ്റേ കറങ്ങുന്ന ഇതില്ലേ, ആകാശത്തോടെയല്ല, മറ്റേ റൈഡ് കറങ്ങുന്നെന്തോ, അതിൻ്റെ കറക്റ്റ് പേര് എനിക്കറിയില്ല. നമ്മൾ കയറുന്ന റൗണ്ടിലായിട്ടുള്ള സംഭവമല്ലേ, അത് ഞാൻ ഇതിൽ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. പക്ഷേ കയറിയൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ അതിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കാനോ ഫോൺ എടുത്തിട്ടോ ഒന്നുമില്ല, പേടിച്ച് കുത്തിയിരുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ വിമാനത്തിൻ്റെ എല്ലാം ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാണ് ശരിക്കും കേട്ടോ. അപ്പം അവിടുന്ന് ഫ്ലൈറ്റ് പറക്കുന്നത് കാണണമെങ്കിൽ 5 മണി 6 മണി ആ സമയത്ത് ഇങ്ങനെ അനൗൺസ് ചെയ്യും. അന്നപ്പോൾ ഒന്ന് ആകാശത്തേക്ക് നോക്കിയാൽ മതി, അപ്പോൾ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അടിപൊളിയായിരുന്നു. ഇതും നല്ല അടിപൊളി ഒരു ഉണ്ടാക്കിയതല്ലേ, എന്തായാലും അടിപൊളി തന്നെയായിരുന്നു കേട്ടോ. അവിടുന്ന് നേരെ പോയത് മറ്റൊരു ലോകത്തേക്കാണ് കേട്ടോ. ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള കാഴ്ചകളാണ് ശരിക്കും ഇവിടെ അവർ എക്സ്പോക്കായിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ. അടിപൊളിയായിരുന്നു. ഓരോന്നിൻ്റെ കഥ പറയാനും അതിൻ്റെതായ പാഠങ്ങൾ പഠിക്കാനും ഉണ്ടായിരുന്നു കേട്ടോ. ഇഷ്ടംപോലെ കളക്ഷൻസും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും വിസിറ്റ് ചെയ്യാം കേട്ടോ, കണ്ട് നോക്കുക, ഇഷ്ടപ്പെടും തീർച്ചയാണ്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എനിക്ക് കപ്പലുണ്ടെന്ന്. നമുക്ക് അതിൻ്റെ മുകളിൽ കയറിയിട്ട് സെൽഫി എടുക്കാനും ഫോട്ടോസ് എടുക്കാനും പറ്റിയൊരു ഐറ്റമാണ്. അത് അടിപൊളിയായിരുന്നു. ഞങ്ങൾ അതിൻ്റെ മുകളിൽ കയറിയില്ല, എന്താന്ന് അറിയില്ല കേട്ടോ. ഞങ്ങളിങ്ങനെ സെൽഫി എടുക്കാനോ അധികം അങ്ങനത്തെ പരിപാടിക്കൊക്കെ നിൽക്കത്തില്ല, വീഡിയോ എടുത്ത് അങ്ങനെ പോരും, അത്ര തന്നെ. അതുകൊണ്ടായിരിക്കാം അങ്ങനെ കയറാനും മറന്നും പോയി, കയറിയിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അതിപ്പം ഇതിൻ്റെ അടുത്തുനിന്നൊക്കെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ അത് വിൽപ്പനൊക്കെ ഉള്ളതും കൂടിയാണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ കാണുകയും ചെയ്യാം, അതുപോലെ തന്നെ മേടിക്കുകയും ചെയ്യാം. പിന്നെ നടക്കുന്ന ഒരു അടിപൊളി കാഴ്ചകളിലോട്ടാണ് നമ്മൾ ഇനി സ്റ്റാർട്ട് ചെയ്ത് പോകുന്നത് കേട്ടോ. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ പോകുന്നത് അനുഗ്രഹ ലോകത്തേക്ക് എന്ന് പറഞ്ഞായിട്ട്. കാഴ്ചകളുടെ അനുഗ്രഹ ലോകത്തേക്ക് പോവാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു അനുഗ്രഹ ലോകം തന്നെ കേട്ടോ. അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് എന്തായാലും പറയാതിരിക്കാൻ വയ്യ, അത്രയ്ക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേന്നു അന്യജീവികളുള്ള ആധാർ സെറ്റ് ഉണ്ട് ഇവിടെ നിന്ന്. ഇതാണ് കേട്ടോ ആ ലോകം. അടിപൊളിയായിരുന്നു സംഭവം. എന്തോ ഒരു ലോകത്തേക്ക് ഇറങ്ങിയത് മാതിരി തോന്നിട്ടോ ഫീല്. ഭയങ്കര ഒരു ഫീലായിരുന്നു ശരിക്കും. ഇവിടെ എന്തോ ഒരു പഞ്ഞി പോലുള്ളൊരു സ്ഥലം എന്ന് പറയാം, എന്താ പറയുക, മണാലിയൊക്കെ പോലെ. മണാലിയൊന്നും കാണാത്തത് കൊണ്ട് അതിനെപ്പറ്റി പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് എന്താ പറയാ, നമ്മളെ വീഡിയോയിൽ കാണുന്ന മണാലിയൊക്കെ അല്ലേ, അതുപോലൊക്കെ ഒരു ഫീൽ ചെയ്യുന്നു ശരിക്കും കേട്ടോ. കാരണം ഒരു പഞ്ഞിക്കൊട്ടാരം, എന്താ പറയുക ഇതിനെക്കുറിച്ച്, അത്രക്ക് ഒരു കാഴ്ച തന്നെ കേട്ടോ. ശരിക്കും ഇത് വീഡിയോയിൽ കാണുമ്പോൾ അല്ലട്ടോ, നേരിട്ട് ഇതിലേക്കും ഭംഗിയാണ് കേട്ടോ. വീഡിയോ കാണുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് ഭംഗിയുള്ളൊരു സംഭവമാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ലോകം തന്നെ പറയാം. ഒരു ലോകം തന്നെയാണ് ശരിക്കും. ഒരുപാട് സ്ഥലത്ത് ഇവർ ഇതിനായിട്ടൊരു സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് സ്ഥലത്തൊന്നും അല്ല അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്, ഒരുപാട് സ്ഥലത്ത് ഒരു ലോകം തന്നെ എന്ന് പറഞ്ഞ പോലെ അവർ ഫുള്ളായിട്ട് നല്ലൊരു പഞ്ഞി കൊട്ടാരത്തിലേക്ക് ഇറങ്ങിയ മാതിരി കുറേ ജീവികളൊക്കെ ഉണ്ട് കേട്ടോ. എന്തിൻ്റെയൊക്കെ പേരൊന്നും പറയാനിപ്പോൾ എനിക്കറിയില്ല.
കുറേ ഒറിജിനൽ ജീവികളെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട് സംഭവം, അടിപൊളി. ഞാൻ കുറേ നേരം അവിടെ വന്ന് വീഡിയോസ് എടുത്ത് ഫോട്ടോസ് എടുത്ത് ഇഷ്ടംപോലെ എടുത്ത്. പക്ഷേങ്കിൽ നമ്മളെ കണ്ണിന് നേരിട്ട് കാഴ്ച കാണുന്നത് പോലല്ല ശരിക്കും വീഡിയോയിൽ കാണുന്നത് കേട്ടോ. വീഡിയോയിൽ കുറച്ചുകൂടി ഒരു ഡിമ്മായിട്ടൊക്കെയാണ് കാണുന്നത്. പക്ഷേങ്കിൽ നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ ഭംഗി മനസ്സിലാണെങ്കിൽ കേട്ടോ അടിപൊളിയായിരുന്നേ. ഒരു ലോകം തന്നെ പറയും, അടിപൊളിയായിരുന്നു. എന്തായാലും മിസ് ചെയ്യണ്ട കേട്ടോ, വേഗം പോയിക്കോളൂ കാണാനായിട്ട്. മിസ് ചെയ്താൽ നിങ്ങൾക്ക് തന്നെ നഷ്ടം, അത്രയ്ക്ക് അടിപൊളിയാണ്. വേഗം ചെല്ലും കേട്ടോ. പിന്നെ ഇതാക്കുന്ന ഒരു ഭാഗത്തൂടെ ഇറങ്ങിയിട്ട് മറ്റൊരു ഭാഗത്തൂടെ പുറത്തോട്ട് പോകുന്നത് കേട്ടോ. ഞങ്ങൾ നോക്കണം പുറത്തോട്ട് പോകാനായിട്ട് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടുന്ന് മതിയാവുന്നില്ല ശരിക്കും. ഒരുപാട് നമ്മളില്ല ഫോട്ടോസൊന്നും അതിനകത്ത് പോസ്റ്റ് ചെയ്തെടുക്കുക അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ അധികം അങ്ങനെ നിന്നിട്ടില്ല. ഒരുപാട് ആൾക്കാർ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ടായിട്ടോ. പിന്നെ ഇതാക്കണ കുതിരൻ്റെ സവാരി ഉണ്ട് കേട്ടോ, അതും വേണമെങ്കിൽ ട്രൈ ചെയ്യാവുന്നതാണ്. അതിനൊക്കെ ഈ റൈഡിൻ്റെ കാര്യത്തിലേക്ക് പോകുമ്പം ഓരോന്നിനും ഓരോ റേറ്റ് ഉണ്ട് കേട്ടോ. അപ്പം അത് നമ്മൾ അടിച്ചിട്ട് തന്നെ നമുക്ക് കയറാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേന്ന് പേരറിയാത്തൊരു സംഭവം ഉണ്ടെന്ന്, അതാണ് ഇതിലാണ് ഞാൻ കയറിയിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം പേടിച്ചിട്ടുണ്ടായിരുന്നു. കൂക്ക് വിളിച്ച് തന്നെ പറയാം, പേടിച്ച് കൂക്ക് വിളിച്ച് കുറേ കരഞ്ഞിട്ടോ, കുറേ സ്ഥലത്ത് ചെല്ലി, നല്ലപോലെ സ്ഥലത്ത് ചെല്ലിയിട്ട് നമ്മൾ കയറിയതിന് ശേഷം. പിന്നെ ഇങ്ങനത്തെ കുതിര സവാരി അങ്ങനത്തെ ഇഷ്ടമുള്ളവർക്ക് അടിപൊളിയായിരിക്കും കേട്ടോ. നമ്മൾ പിന്നെ അങ്ങനത്തെ ഒന്നും കയറാൻ നിന്നില്ല, കാരണം പേടിയാണ്. ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, പേടിയായിട്ട് നമുക്ക് കയറാനുള്ള കെൽപ്പ് നമുക്ക് ശരിക്കില്ല. അങ്ങനെ ഓരോരുത്തരോട് മാറി മാറി ചോദിച്ച് ആർക്കും താല്പര്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങളത് വിട്ട് പിന്നെ നെക്സ്റ്റ് മക്കൾക്കൊക്കെ എന്തെങ്കിലും ഒന്ന് കയറ്റി കൊടുക്കണമല്ലോ, മക്കൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അവരെ ഞങ്ങൾ തീവണ്ടി കയറ്റാമെന്ന് വിചാരിച്ച് അതിലോട്ട് കയറ്റിയിട്ടു. പിന്നെ മക്കളെ ഒറ്റയ്ക്ക് കയറ്റുമ്പോഴാണ് പൈസ വേണ്ടതുണ്ട്. അല്ലാണ്ട് ഒരാളെ കയറ്റിയിട്ട് അതിൻ്റെ കൂടെ ചെറിയ 2 പേരൊക്കെ കയറ്റുന്നതുകൊണ്ട് അവർക്ക് ക്യാഷ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, വലിയവർക്ക് കൊടുത്താൽ മതി കേട്ടോ. അതുകൊണ്ട് അതൊന്നും പ്രശ്നമില്ല, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയവർക്കൊന്നും എമൗണ്ട് കൊടുത്തിട്ടൊന്നും കയറ്റേണ്ട ആവശ്യമില്ല. വലിയവർ കയറുമ്പോൾ അവരുടെ കൂട്ടത്തിലൊന്ന് കയറ്റി കൊടുത്താൽ മതി കേട്ടോ. ഇതാക്കണേ ഞാൻ നേരത്തെ പറഞ്ഞ കപ്പലിട്ടോ, അടിപൊളിയല്ല. നമ്മൾ ഒറിജിനൽ തോന്നൂലേ, ഒറിജിനാലിറ്റി തോന്നും. അതിൻ്റെ മുകളിൽ കയറിയാനായിരിക്കും അതിന് നല്ലപോലെ അടിപൊളിയായിരിക്കാം. ശരി, ഞങ്ങൾ കയറിയില്ല, എന്തോ അതിനുള്ള മനസ്സ് വന്നില്ല എന്ന് പറയാം ശരിക്കും. ഇതാ അവിടെ മക്കൾസും അനിയത്തിയൊക്കെ കയറി സെറ്റായിട്ടിരിക്കുന്നുണ്ട്. അതാക്കണം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം 1-2 പേരെങ്കിലും കയറിയാലല്ലേ അവർക്കും ഇത് മുതലാവും. അപ്പോൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തിട്ടോ ശരിക്കും. എന്നാലും കുഴപ്പമൊന്നുമില്ല, അവർക്കും അതിൻ്റേതായ ഇത് വേണമല്ലോ, ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം അനിയത്തി നന്നായിട്ട് പേടിച്ചിട്ടോ. അനിയത്തിയാണ് ശരിക്കും പേടിച്ചത്, കാരണം മക്കൾ 2 പേരും അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നതുകൊണ്ട് അവരെ വിടരുതല്ലോ, അവരെ കൈവിടരുത് എന്നുള്ള രീതിയിൽ അവളാണ് കൂട്ടി പേടിച്ച്. ഇവരെ മിസ്സാവുമോ എന്നുള്ള പേടി ഒക്കെ ഉണ്ടാവല്ലോ, എന്തെങ്കിലും പറ്റിയാൽ അവളൊന്നും പറയാം. അതുകൊണ്ടായിരിക്കാം അവളാണ് കൂടുതൽ പേടിച്ച്. ശരിക്കും മക്കൾ നല്ല കൂളായിട്ടിരിക്കുന്ന സംഭവത്തിലൂടെയാണ് കേട്ടോ. ഇനി നമുക്ക് വയറ്റിലേക്ക് എന്തെങ്കിലും ആക്കിയിട്ട് മതി ഇനി അടുത്ത റൈഡേഴ്സും കാര്യങ്ങളൊക്കെ എന്ന് വിചാരിച്ച് ഞങ്ങൾ നടക്കണം. ഉപ്പിലിട്ടത് വാങ്ങി കഴിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഉപ്പിലിട്ടത് കഴിച്ചു, അതുപോലെ തന്നെ ഐസ്ക്രീം കഴിച്ചു. അങ്ങനെ അതൊക്കെ ഓരോന്നിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ മേടിച്ചു കഴിച്ചു. പലതരം ഫുഡ് ഐറ്റംസ് ഉണ്ട് കേട്ടോ അവിടെ. ഐസ്ക്രീം മാത്രമല്ല, ഇവർ ഫുഡ് കോർട്ട് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഷവർമയുണ്ട്, അതുപോലെ തന്നെ മിന്റ് ലൈം, അങ്ങനെ ജ്യൂസ് ആയിട്ടാണെങ്കിലും ഫുഡ് ഐറ്റംസ് ആണെങ്കിലും ഒക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. സോറി, കളക്ഷൻസ് അല്ല, ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോയിട്ടുള്ളത് മാജിക് ഷോ കാണാനായിട്ടോ. മാജിക് ഷോ കാണാനായിട്ട് പോവുകയാണെങ്കിലും അവിടുന്ന് റേറ്റ് ഒരു 20 രൂപ ഒരാൾക്ക് കൊടുക്കണം കേട്ടോ നമ്മൾ മാജിക് ഷോ കാണണമെങ്കിൽ. കാരണം ഓരോന്നിനെ കാണണമെങ്കിലും അതിൻ്റെ റേറ്റ് കൊടുക്കണം കേട്ടോ. ശരിക്കും ക്യാഷ് വേറെ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കണം എന്നാണ് പറഞ്ഞു വന്നിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ അവിടെ സ്റ്റാർട്ട് ചെയ്യാനായിക്കണം, വേഗം കയറിക്കോളൂ എന്ന് പറഞ്ഞതാണ് കേട്ടോ. അപ്പം ഓരോന്ന് സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് ആൾക്കാരായതിനു ശേഷമല്ലേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പം നമ്മൾ എന്തായാലും ലാസ്റ്റാണ് എത്തിയത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കയറിയത് കേട്ടോ. അപ്പോൾ അടിപൊളിയായിരുന്നു മാജിക് ഷോ, നല്ല അടിപൊളിയായിരുന്നു. ഇതിനൊന്നും കുട്ടികൾക്ക് വേറെ സെപ്പറേറ്റ് റേറ്റ് ഒന്നും ക്യാഷ് ഒന്നും കൊടുക്കേണ്ട കേട്ടോ. കാരണം നമ്മളെ കൂടെ നീ കയറ്റിയാൽ മതി. അവരൊന്നും കയറത്തില്ല, അവർ വേറെ റൈഡും കാര്യങ്ങളും ആയിട്ട് പോയതായിരുന്നു. ശരിക്കും കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കാം, മക്കൾക്ക് എന്തായാലും ക്യാഷ് കൊടുക്കേണ്ട, നമ്മളെ കൂടെ കയറ്റിയാൽ മതി.
അപ്പോൾ ആരെങ്കിലും അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ അവരോടായിട്ടാണ് കേട്ടോ പിന്നെ എടുത്ത് പറയുന്നത്. പിന്നെ ഞങ്ങൾ പോയിട്ടുള്ളത് സംസാരിക്കുന്ന പാവൻ്റെ അടുത്താണ് കേട്ടോ. സംസാരിക്കുന്ന പാവ വീഡിയോ അല്ലോടെ അല്ലായിരുന്നു ഇവിടെ ഷൂട്ട് ചെയ്യുന്നത്. അപ്പം പാവ തന്നെ പറഞ്ഞു കേട്ടോ, അവിടെ താത്തമാർ വീഡിയോ എടുക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ സംസാരിക്കത്തില്ല എന്നങ്ങനെ എന്തോന്ന് പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് വീഡിയോ സ്റ്റോപ്പ് ചെയ്തു കേട്ടോ. അപ്പം നമുക്കറിയില്ല, ഞാൻ പറഞ്ഞില്ല ലാസ്റ്റ് ആൾക്കാരാണ് ഞങ്ങൾ ശരിക്കും എല്ലായിടത്തും. അപ്പം ആദ്യം വീഡിയോ അലോടെ അല്ലാന്ന് പറഞ്ഞിട്ടുണ്ടാവാൻ മതി, അതായിരിക്കാം. ഞങ്ങൾ എന്തായാലും ലാസ്റ്റ് കയറിയതാണ്, അത് കേട്ടിട്ടില്ലായിരുന്നു. അങ്ങനെ എല്ലാവരെയും കണ്ടു കഴിഞ്ഞല്ലോ അല്ലേ? ഇവരോട് പേര്, നാട്, വീട് എല്ലാം ഒന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കണം. ഇതാത്തങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്. വീഡിയോ പിന്നെ അതും കഴിഞ്ഞ് പിന്നെ ആകാശത്തോണിയിലോട്ട് കയറിയിട്ടുണ്ട്. പിന്നെ ഇതിൽ എൻ്റെ മോനും ഫൗസും അതുപോലെ തന്നെ താത്തയും താത്തൻ്റെ മക്കൾസും ഒക്കെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം മേമ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു, മേമയും കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ ശരിക്കും കരിഞ്ഞല്ല എന്നുള്ളൂ, അത്രക്ക് ആയിട്ടുണ്ടായിരുന്നു. ശരിക്കും നല്ല പേടി ഉണ്ടാവും കേട്ടോ. കാരണം ഇത് മുകളോട് പൊന്തുകയും താവുകയും ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് പേടിയാവുമല്ലോ. അപ്പം എൻ്റെ ഫൗസാണെങ്കിൽ ഭയങ്കരമായിട്ട് പേടിച്ചു കേട്ടോ. ഓനെ കണ്ടിട്ട് ഞാൻ പുറത്തുനിന്ന് ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞ്. കാരണം ഓനക്ക് പറ്റുന്നില്ല. ഓൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിക്കും അതിൻ്റെ കയറുമ്പോൾ, ഞാൻ കയറുന്നില്ല ഉമ്മ, ഞാൻ കയറുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഏതായാലും എല്ലാവരും കയറല്ലോ, ഇനി അവിടെ കയറിക്കുന്നതെന്ന് ഞാൻ ഒന്നി പറഞ്ഞയച്ചേന് കേട്ടോ. ശരിക്കും അത് അബദ്ധമായെന്ന് തോന്നി. കാരണം അവനക്കത് താങ്ങാൻ കഴിയുന്നതിനപ്പുറമായിരുന്നു. കാരണം അവന് മുന്നിൽ ഒറ്റക്കായിരുന്നു. ഒറ്റക്ക് മീൻസ് താത്തൻ്റെ മോനും കൂടെ കൂടപ്പുറത്തുണ്ടായിരുന്നു. പക്ഷേ ഓന് ചെറുതായിട്ട് ഓന് ഒറ്റക്കായിരുന്നുള്ളത്, ചെറിയ ആളായിട്ട് ഓന് ഒറ്റക്കായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് സ്റ്റാർട്ട് ചെയ്തത് മുതൽ അവനെ പേടിച്ച് അവൻ്റെ നോക്കൊക്കെ ഭയങ്കരമായിട്ട് മാറി. അവന് നെൽത്തേക്ക് തന്നെ നോക്കി കണ്ണും പൂട്ടിങ്ങായിട്ട് മുന്നിൽ പിടിച്ച് അവിടെ നിന്ന് അവനെ നല്ല പോലെ അത് എങ്ങനെ നിർത്താൻ പറഞ്ഞാലും അവർ നിർത്തിയില്ലല്ലോ. ലാസ്റ്റ് ആ സമയം വരെ അവർ എങ്ങനെയാണെങ്കിലും ഇതാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യല്ലോ. നമ്മളെങ്ങനെ നിർത്തുമെന്ന് പറഞ്ഞാലും അവർ നിർത്തൂലല്ലോ. അങ്ങനെ മോനെ കണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കയറി കേട്ടോ. കാരണം എനിക്ക് എന്തോ ഒന്ന് നഷ്ടപ്പെടും പോലൊക്കെ തോന്നിപ്പോയി, അത്രയ്ക്ക് ഫീലായിപ്പോയി. എന്താണെന്ന് അറിയില്ല, അത്രയ്ക്ക് എന്തോ ഞാൻ അങ്ങോട്ടായിപ്പോയി. വീഡിയോ അധികം ഒന്നും എടുത്തിട്ടില്ലായിരുന്നു, ലാസ്റ്റാണ് കേട്ടോ എടുത്തത്. ഏകദേശം കഴിഞ്ഞപ്പോഴാണ് പിന്നെ വീഡിയോ എടുത്തത്. പിന്നെ ബാക്കിയുള്ള നമ്മൾ യൂട്യൂബറെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, മശ്ശേരിയിലെ യൂട്യൂബറല്ലേ അവരൊക്കെ, അൻസി അങ്ങനെയല്ലോ അവൻ്റെ പേര്, അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത്. പിന്നെ അവൻ്റെ കൂടെ ഒരു ഗേൾ ഉണ്ടായിരുന്നല്ലോ, അനിയത്തിയാണോ അതുപോലെ താത്തൻ്റെ പെങ്ങളെ മോളാണോ എന്നറിയില്ല, കൺഫ്യൂഷനാണ് കേട്ടോ. അവളും കൂടെ ഉണ്ടായിരുന്നു. ഞാൻ അവരുടെയും വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ കാണാൻ പറ്റി, അതും വലിയ കാര്യം. പിന്നെ ഞങ്ങൾ പോയിട്ടുള്ളത് വേറൊരു എക്സ് കാണാനായിരുന്നു കേട്ടോ. കണ്ടില്ലേ. അപ്പോൾ നമ്മൾക്ക് വേണ്ട എക്സ്പ്ലനേഷൻ അവർ തരും കേട്ടോ. അവർ എന്താണ് അതിൻ്റെതായ കാര്യങ്ങളും അതിൻ്റെ ഗുണങ്ങളും ഒക്കെ അവർ പറഞ്ഞു തരുന്നതാണ് ശരിക്കും അവിടുന്ന്. അപ്പോൾ അവരോട് ചോദിച്ചാൽ കേട്ടോ, കുട്ടികൾ അവിടെ ഇരിക്കുന്നുണ്ടാവും, അവരെ ചോദിച്ചാൽ അല്ലെങ്കിലും ചോദിക്കണമെന്നില്ല, അവരെന്നെ എണീറ്റിരുന്ന് പറഞ്ഞും ചെയ്തിട്ട്. പിന്നെ ഇതൊക്കെ ധാന്യങ്ങളാണ് കേട്ടോ. പിന്നെ ഒരുപാട് കളക്ഷൻസ് ആണ് ശരിക്കും ഇവിടെ കാണാനുള്ളത്. അടിപൊളിയായിരുന്നു സംഭവം. ഞാൻ വീണ്ടും പറയാണ്, അടിപൊളി ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം അവർ ഒന്നാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒന്നും മിക്സ് ചെയ്തിട്ടില്ല. അതാണ് ശരിക്കും. ഇറച്ചിയുണ്ട്, പിന്നെ പച്ചക്കറി ഐറ്റംസ് ഉണ്ട്, ഇതൊക്കെ അവർ പറയുന്നത് കേൾക്കണം കേട്ടോ. അടിപൊളിയാണ്, കേൾപ്പിച്ചത് കേട്ടോ. അവരത് കഴിച്ച് മടുത്തു. അവർ മൂസാനബിയോട് പറഞ്ഞു ഞങ്ങൾക്ക് ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്ന നല്ല ഭക്ഷണങ്ങളുമാണ്. അങ്ങനെ മൂസാനബി അള്ളാഹിനോട് പ്രാർത്ഥിച്ച് ഉണവ് കിട്ടലാണ് പയറ്, ചീര, ഉള്ളി
പച്ചക്കറികളൊക്കെ കണ്ടപ്പോൾ ശരിക്കും ഒന്ന് ചിരിച്ചിരുണ്ട്. ശരിക്കും ഇതിൻ്റെ പുറകിലുള്ള കഥകൾ കേട്ടപ്പോഴാണ് അതിൻ്റെ ഒരു സ്റ്റോപ്പ് വന്നത് കേട്ടോ. കാരണം ഇത് ഓരോന്നിനും ഓരോതിൻ്റെതായ കഥകൾ പറയാനുണ്ട്. നബിൻ്റെ കാലത്ത് സംഭവിച്ച കഥകളും ഒക്കെ പറയാനുണ്ട് ശരിക്കിട്ടോ. അതിൻ്റെ ബാക്കിലായിട്ട് നമ്മൾ ചെറുതായിട്ട് ചിരിച്ച് തള്ളുമ്പം അതിൻ്റെ ഗുണങ്ങളൊന്നും അറിയാതെ പോവാണ് ശരിക്കിട്ടോ. അതെങ്ങനെ വന്നു, അതെങ്ങനെ ഉണ്ടായി എന്നുള്ളതിൻ്റെ അറിയാത്തത് പോവാണ് കേട്ടോ. പിന്നെ സൈത്തൂൻ കായാണ് ഇട്ടത്. സൈത്തൂൻ കായ് പിന്നെ ഞാൻ ആ കുപ്പിയോടൊക്കെ മെല്ലെ എടുക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തരുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് സൈത്തൂൻ കായ് എന്ന് പറഞ്ഞാൽ. സൈത്തൂൻ ഭയങ്കര ടേസ്റ്റാണ്. ഇതിനൊന്ന് പറഞ്ഞുതരോ? പിന്നെ ഞങ്ങൾ പോയത് ഭയങ്കര ഒരു സംഭവ ലോകത്തേക്കാണ് കേട്ടോ. പ്രയത്തിൻ്റെ ഇതിലേക്കാണ് പോയത്. പേടി ഇല്ലാത്തവർക്ക് പേടി ഉണ്ടാവില്ല, നമുക്ക് നല്ലപോലെ പേടി ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ശരിക്കും ഫ്ലാഷ് ലൈറ്റൊക്കെ അടിച്ചിട്ടാണ് ശരിക്കും ഇതിനുള്ളിൽ പോയത്. പുതിയൊരു എക്സ്പീരിയൻസ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പോയത്. മക്കളെയും കൊണ്ട് പോയത് ചെറിയ അബദ്ധമായെന്ന് തോന്നി. കാരണം അവർക്ക് ഇത്തിരി പേടിയാവുമല്ലോ, നമ്മളെ പോലല്ലല്ലോ അവർ. ശരിക്കും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അത്. മോന് ഫൗസും കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ഫൗസിനെ കണ്ണ് പൊത്തി എൻ്റെ മേലെ തടിപ്പിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിടിച്ചു വെച്ചിട്ടോ. പിന്നെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് പേടിയായിട്ട് ഞങ്ങൾ അവിടെ തന്നെ സ്റ്റെക്കായിട്ട് നിന്ന് ഞങ്ങൾ മുന്നോട്ട് പോകുന്നേ ഇല്ല കേട്ടോ. പിന്നെ അവരെന്നെ ശരിക്കും ഞങ്ങളെ കൂടെ പോന്നിക്കാണ് കേട്ടോ. ഒരെന്നെ ഞങ്ങളെ കൂടെ പോകുന്ന ഞങ്ങൾക്ക് വഴി കാണിച്ചുകൊണ്ടിരുന്ന കേട്ടോ. കാരണം ഈ ശരിക്കും നമ്മൾ ഈ ലൈറ്റൊക്കെ അടിച്ച് ടോർച്ചൊക്കെ അടിച്ചാൽ ശരിക്കും അതിൻ്റെ ഉള്ളിൽ പോയി. അങ്ങനെ പോവാതെ ശരിക്കും നമ്മളല്ലാതെ പോകുമ്പോൾ നമുക്ക് ശരിക്കും ഒരു എക്സ്പീരിയൻസ് കിട്ടിയായിരുന്നു കേട്ടോ. നല്ലൊരു അടിപൊളി മൊമെന്റ് കിട്ടിയായിരുന്നു. കാരണം നമ്മൾ ഒരു പ്രത്യേക നിമിഷങ്ങളല്ല അതൊക്കെ. കാരണം ഞങ്ങൾ ലൈറ്റൊക്കെ അടിച്ച് പോയതുകൊണ്ട് ഞങ്ങളെല്ലാം കണ്ട് ശരിക്കും അവിടെ ഇവിടെയൊക്കെ ഉള്ള ആ കാലൊക്കെ നമ്മൾ ജസ്റ്റ് തടഞ്ഞു പോവൊക്കെ ആണെങ്കിൽ, ലൈറ്റ് ഇല്ലാതെ പോകുമ്പോൾ തടഞ്ഞൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ എന്തായാലും ഒന്ന് പേടിക്കുമല്ലോ. അപ്പോൾ ഒരു പ്രത്യേക ഫീൽ കിട്ടായിരുന്നു. അടിപൊളിയാവേനും കേട്ടോ. പക്ഷെ ഞങ്ങൾ ലൈറ്റൊക്കെ അടിച്ചിട്ടാണ് പോയത്. പേടിച്ചിട്ട് ഞങ്ങൾ കൂടെ ശരിക്കും അവർ പോന്നിട്ടുണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾക്ക് പേടിയാവുക. കാരണം അവർ നമ്മളെവിടെയെങ്കിലും കൊണ്ടുപോയി ഇടുവോ എന്ന് തോന്നി. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ അടിപൊളിയായിരുന്നു കേട്ടോ. ഇതൊക്കെ ഡമ്മിയല്ലേ? കൊണ്ടുപോയിക്കോളാ കണ്ണ പൊട്ടിക്കാം. ഇതൊക്കെ ഉണ്ട് ശരിക്കും ഉള്ളിലെ അവസ്ഥ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. അതൊക്കെ പുറത്തെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം കുട്ടികൾക്ക് കുറച്ച് റൈഡ് എന്താ പറയുക, കളിക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് വേവിച്ചു കൊടുത്ത്. അപ്പോൾ മോനക്ക് രണ്ടാൾക്ക് തോക്ക് വേണമെന്ന് പറഞ്ഞ് അവർക്കത് വേവിച്ചു കൊടുത്ത്. പിന്നെ കുറച്ച് മിൻറ്റ് ലൈമൊക്കെ കുടിച്ച് അടിപൊളിയായിരുന്നു കേട്ടോ. ജ്യൂസൊക്കെ മേടിച്ച് കഴിച്ചു. മക്കൾക്കും ജ്യൂസൊക്കെ കുടിച്ച് കുറേയൊക്കെ ക്ഷീണിച്ചിട്ടുണ്ടാവുമല്ലോ മക്കളൊക്കെ. അപ്പോൾ അവർക്കൊക്കെ ജ്യൂസൊക്കെ മേടിച്ചു കൊടുത്തിട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവരുടെ ഫാമിലിനെ കണ്ടിരുന്നു. ഫാമിലി എല്ലാവരും, അനിയത്തി അവരൊക്കെ ഉണ്ടായിരുന്നു. അനിയത്തിയാണോ പെങ്ങളെ മോളാണോ അറിയില്ല, അവരൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞില്ല. അപ്പം അവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ ഒന്ന് ജസ്റ്റ് ഷൂട്ട് ചെയ്ത്. ആരുടെ എന്ന് പറഞ്ഞാൽ അൻഷിൻ്റെ കേട്ടോ, യൂട്യൂബർ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോസും ഷോർട്സൊക്കെ കാണുന്ന അൻഷിനെ അറിയില്ല എല്ലാവർക്കും. അവൻ്റെ ഇതാണ് കേട്ടോ. പിന്നെ നമ്മുടെ മക്കാനിൻ്റെ അല്ലെങ്കിൽ കോസ്റ്റ് കഫേൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഷവർമയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ
അതൊക്കെ വാങ്ങിയില്ല ഞങ്ങൾ, കാരണം വീട്ടിലെത്തിയിട്ട് ഫുഡ് കഴിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു വീട്ടിലോട്ട് ഫുഡ്. അപ്പോൾ എന്തായാലും അത് വരുന്നോളും, അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് മേടിക്കാൻ നിന്നിട്ടില്ല. അതാക്കണവർ ചിരിച്ചിട്ടോ അമ്മോട്, നമ്മൾ ശരിക്കും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അധികം ചാടിയൊന്നും ഇല്ലാത്ത നല്ല ഫാമിലിയാണ് കേട്ടോ. അടിപൊളിയായിരുന്നു, നല്ലൊരു യൂട്യൂബറായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു, കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ മിൻറ്റ് ലൈമൊക്കെ കുടിച്ച് നേരത്തെ പറഞ്ഞില്ലേ, വീഡിയോ ഓരിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ കുടിച്ചു എന്ന് ജസ്റ്റ് പറഞ്ഞതായിരുന്നു. അപ്പോൾ അതൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ, അടിപൊളി വെച്ചാൽ അടിപൊളിയായിരുന്നു സംഭവം. പിന്നെ ഞങ്ങൾ പറഞ്ഞത് ഒരു പ്ലേറ്റ് കാടമുട്ടയും കഴിച്ചിട്ടോ. കാടമുട്ട ഒരു പ്രത്യേക ഫീലാണല്ലോ. ഇപ്പം ബീച്ചിൽ പോയാലാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും കാടമുട്ട കഴിക്കുന്നത് പ്രത്യേക ഫീലാണല്ലോ. പിന്നെ ഒരുവിധം ഓൾമോസ്റ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടോ. ഒരു എത്രയോ കാണാനുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ. ഞങ്ങൾ 3 മണി കാലത്തൊക്കെ വന്നിട്ടും ഈ 8-9 മണിയായിട്ടും നമ്മൾ ശരിക്കും ഫുൾ കണ്ടു കഴിഞ്ഞിട്ടില്ല. അതാണ് ശരിക്കും പറയാനുള്ളത് കേട്ടോ, അടിപൊളിയായിരുന്നു. പിന്നെ നേരത്തെ പറഞ്ഞില്ലേ താഴോട്ട് ബസ് ഉണ്ടെന്ന്, ആ ബസ്സാണ്, സ്കൂൾ ബസ് തന്നെയാണ് കേട്ടോ, അവിടുത്തെ വാദിഹുദയിലത്തെ സ്കൂളത്തെ ബസ് തന്നെയാണ്. അപ്പം അതിൽ കയറി നമ്മൾ താഴത്തോട്ട് ഇറക്കി തരും. അവിടുന്ന് നമ്മൾ ഏത് വണ്ടിയിലാണോ വന്നത് അവിടുന്ന് പാർക്ക് ചെയ്തിട്ടുണ്ടാവും, ആ വണ്ടി കയറി പോരുക. ഓക്കെ, അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തി ഞാൻ പറഞ്ഞ ഫുഡ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രോസ്റ്റാണ് ഓർഡർ ചെയ്തത്, അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് വീട്ടിൽ പോകണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മളോട് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അതുവരേക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ഓൾ.